വെറുപ്പിച്ച ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഞ്ജിനി തന്നെ പറയും. ഞാൻ രമ്യയുടെ പേര് ഏതായാലും പറയൂലേ. പക്ഷെ എനിക്ക് വർക്ക് ചെയ്തതിന് ശേഷം അവർ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. ബിജുക്കുട്ടനൊക്കെ അങ്ങനെയാണ് മമ്മൂക്ക എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത് അതാരാ പയ്യൻ എന്നുള്ളത്. അങ്ങനെയാണ് പോത്തൻ വാവ എന്ന് പറയുന്ന സിനിമയിൽ ബിജുക്കുട്ടനെ എൻട്രി കിട്ടുന്നത്. നോബി, അസീസ്, നെൽസൺ അവരൊക്കെ സെറ്റിലൂടെ തന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാർ. ധർമ്മജൻ എന്ന് പറഞ്ഞാൽ 10-16 ശരിക്കും ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു എനിക്ക്. കാരണം അത് ഇന്നുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്തിട്ടില്ല. അങ്ങനെ ഓർത്തോർത്ത് പറയാൻ ഒരുപാട് നിമിഷങ്ങളുണ്ട്. ബാഹുബലി എന്ന് പറഞ്ഞൊരു സ്കിറ്റ് ബാഹുബലിയുടെ റീമേക്ക് ചെയ്തു. അവിടെ കണ്ടപ്പോൾ തൊട്ട് വീണ് ചിരിക്കുന്നു, നടന്ന് ചിരിക്കുന്നു, നിന്ന് ചിരിക്കുന്നു, ക്യാമറമാൻ ചിരിക്കുന്നു, എല്ലാം ക്യാമറ ഷേക്ക്. ഈ സ്പോട്ട് കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അന്യായമാണ്. സലീം കുമാർ കോമഡി സ്റ്റാർസിൽ ചില സാധനം പുള്ളി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേളിൽ ഒരാൾക്കും കയറാൻ പറ്റത്തില്ല, ഒരാൾക്കും. ഈ ഷാബു ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഷാബു നമ്മളെ വളരെ വേദനയോട് കൂടിയാണ് നമ്മളെ നിന്ന് പോകുന്നത്. മണി പോയതൊരു വലിയ നഷ്ടം എല്ലാവർക്കുമാണ്, അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള കോമഡി സ്റ്റാർസിലെ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. മെയിൻ ജഡ്ജായിട്ട് കണ്ടതും സംസാരിച്ചു വെച്ചിട്ടുള്ള ഒരാളായിരുന്നു, ആഗ്രഹിച്ച ഒരാളായിരുന്നു കലാഭവൻ. മാരകമായിട്ടുള്ള ഒരു രോഗം പുള്ളിയെ കാർന്ന് തിന്നുന്ന സമയത്ത് പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് മറിഞ്ഞ്, അതായത് ഒരു ദിവസം ടൈം തെറ്റിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു പുള്ളിക്ക്. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സല്ലാപത്തിലേക്ക് സ്വാഗതം. ഇന്ന് സല്ലാപത്തിൽ ഞാൻ സല്ലപിക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ചാനലില് 27 ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, തൊട്ടതെല്ലാം ഇങ്ങനെ പൊന്നാക്കി ഒരുപാട് ഷോസ് ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു വെറ്ററൻ ഷോ ഡയറക്ടറാണ് ഇന്ന് എന്റെ കൂടെയുള്ളത്. മറ്റാരുമല്ല, ബൈജു ജി മെയിലില. ബൈജേട്ടാ നമസ്കാരം. ഏഷ്യാനെറ്റില് 27 ഇയേഴ്സ് എന്ന് പറയണത് ചില്ലറ ഒന്നോ രണ്ടോ ചില്ലറ സമയമേ അല്ല. ചേട്ടൻ ഇന്നിപ്പം ബൈചേട്ടൻ നേടിയെടുത്തിരിക്കുന്ന റെസ്പെക്റ്റ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയിൽ ബൈചേട്ടൻ നേടിയെടുത്തിരിക്കുന്ന റെസ്പെക്റ്റും ആ പേരും ഇതെല്ലാം ഇത്രയും നാളും ഈ ഒരു ചാനലില് മൾട്ടിപ്പിൾ ഷോസ് ഡയറക്റ്റ് ചെയ്ത് ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, സിനിമ മോഹവുമായിട്ട് ഇരുന്ന ഒരു പയ്യൻ. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ചേട്ടൻ തന്നെ മെൻഷൻ ചെയ്തു. അങ്ങനെ ആ മോഹം കൊണ്ട് ചിത്രജാലകം എന്ന ആ ഒരു ഷോയിലേക്ക് എത്തി, സിനിമാ ഡയറിയിലൂടെ പോയി എന്നൊക്കെ. പക്ഷേ ആ ഒരു ആഗ്രഹം മനസ്സിൽ കിടന്നിട്ടും ഷോ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതല്ലല്ലോ, സിനിമയായിരുന്നു ചേട്ടന്റെ ബിഹൈൻഡ് മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിന്നും ഇത്തരത്തിലേക്ക് ഒരു ഷോ ഡയറക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കപ്പ് നമ്മുടെയിലേക്ക് തരുമ്പോൾ അതിലേക്ക് ചേട്ടൻ ജെല്ലായി വന്ന ആ ഒരു പ്രോസസ് എന്നെ സംബന്ധിച്ച് ഈസി ആയിരുന്നു. കാരണം എൻ്റെ സങ്കല്പങ്ങളും കൺസെപ്റ്റുകളും ഒക്കെ സിനിമാറ്റിക് ആയിരുന്നു. അപ്പം ഞാൻ എല്ലാം കാണുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ സിനിമയിൽ നിന്ന് മീഡിയയിലേക്ക് വന്ന ഒരാളെന്ന്, അല്ലെങ്കിൽ മീഡിയയിലേക്ക് വരേണ്ടി വന്ന ഒരാളെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി. ഞാൻ കൺസീവ് ചെയ്തിരുന്നതെല്ലാം സിനിമാറ്റിക് ആയിരുന്നു. അപ്പോൾ മീഡിയയ്ക്ക് അതൊരു പുതിയ അനുഭവമായി മാറി. കാരണം ഞാൻ കോമഡി സ്റ്റാർസിൽ നിങ്ങളൊരു പക്ഷേങ്കിൽ അതിൻ്റെ തുടക്കം എടുക്കുകയൊക്കെ അതിനൊരു ഓർഡർ ഉണ്ടാവും, അതിനകത്തൊരു മ്യൂസിക് ഉണ്ടാവും, അതിനകത്തൊരു ക്ലൈമാക്സ് ഉണ്ടാവും, അതിനകത്തൊരു മെസ്സേജ് ഉണ്ടാവും. ഇതെല്ലാം ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു അതിനൊരു ഫോർമാറ്റ് ഉണ്ടാവും. അല്ലാതെ ഒരു കിട്ടുന്ന മെറ്റീരിയൽ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കുക അല്ല ശരിക്കും. അതിന് നമ്മൾ രാത്രിയിലും പകലും ഇരുന്നിട്ട് അതിന് സ്ക്രിപ്റ്റ് ഓർഡർ ഉണ്ടാക്കി, അതിൻ്റെ സ്ക്രിപ്റ്റ് ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്തു, അതിന് ഇന്ന ആൾ നന്നായിരിക്കും എന്നുള്ള കാസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം വന്നു. അപ്പോൾ അതെനിക്ക് സിനിമയുടെ ചിന്തകൾ എനിക്കതിന് ഗുണം ചെയ്തിട്ടുണ്ട്, വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് 12-13 വർഷങ്ങൾ കോമഡി സ്റ്റാർസിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയത്. നമ്പർ 1 ആയിട്ട് അല്ലേ? സീസൺ 1 2-3 കൊല്ലം പോയി, അത് കഴിഞ്ഞിട്ട് സീസൺ 2 12 to 13 ഇയേഴ്സ് അല്ലേ? അത് കഴിഞ്ഞിട്ട് സീസൺ 3 കുറച്ച് നാൾ പോയി, എങ്ങനെയൊക്കെ പോയി. പക്ഷെ അപ്പൊ എല്ലാം കൂടെ എനിക്ക് വന്നൊരു 15 ഇയേഴ്സ് മൊത്തം പോയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജഗദീഷ് ചേട്ടൻ ഹിന്ദി പാട്ടുകളും പാടിക്കൊണ്ടാണ് വരുന്നത്. അപ്പൊ അത് ബൈജു ചേട്ടന്റെ ഒരു ഐഡിയ ആയിരുന്നോ അതോ ജഗദീഷ് ചേട്ടന്റെ ഐഡിയ ആയിരുന്നോ? പാടണം എന്നുള്ളത് ജഗദീഷ് ചേട്ടന് തന്നെ ആഗ്രഹമാണ്. ജഗദീഷ് ചേട്ടന് പിന്നെ ഞങ്ങൾ എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷന് ഞാൻ ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കൊരു എൻട്രി, അതായത് എനിക്കൊരു മ്യൂസിക് കാരണം പല പ്രോഗ്രാമിൽ നിന്ന് മാറി വരുന്ന ഓഡിയൻസാണ്. അപ്പോൾ അവർ നേരത്തെ കണ്ടിരിക്കുന്ന സീരിയലായിരിക്കും, അപ്പോൾ അതൊരു സാഡ് എഫക്റ്റിലായിരിക്കും വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും എൻ്റെ ക്ലൈമാക്സ്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിലേക്ക് കയറുമ്പോൾ ഇവർക്കൊരു എനർജി കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ പാട്ടിനെ അവിടെ പ്ലേസ് ചെയ്യുകയാണ്. അതിന് എനിക്ക് കിട്ടിയ ആങ്കറും കം ജഡ്ജ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ജഗദീഷ് ചേട്ടനായിരുന്നു. ജഗദീഷ് ചേട്ടന് പാടാനാണെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള മനുഷ്യനുമായിരുന്നു. ആ സമയത്ത് അങ്ങനെ പാടുന്നു. പിന്നെ ഹിന്ദി പുള്ളിയുടെ ഒരു ഇഷ്ടമാണ്, കൂടുതലും ഇഷ്ടമാണ്. പിന്നെ ചൂസ് ചെയ്യുന്നതും പുള്ളി മണിക്കൂറുകളോളം അതിന് മെനക്കെട്ട് അത് പഠിക്കാനിരിക്കുകയും അത് മ്യൂസിക് കമ്പോസറായിട്ട് ഇരുന്നിട്ട് അതിനെക്കുറിച്ച് റിഹേഴ്സൽ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഉണ്ടായിരുന്നു. അത്
അത് വളരെ പോസിറ്റീവായിട്ടായിരുന്നു ജഗദീഷ് ചേട്ടൻ അത് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് കുറേ എന്താ പറയാ ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ജഗദീഷ് ചേട്ടൻ ഒരൊറ്റ പാട്ട് പോലും പാടാതെ ഒരു എപ്പിസോഡും അത് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കന്ന് ആ ട്രോളൊക്കെ ഞങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്തു പ്രോഗ്രാമിന്റെ. കാരണം അത് പുള്ളിയും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, ഞങ്ങൾ പറയായിരുന്നു ഇടയ്ക്കൊക്കെ വന്നിട്ട്, ചേട്ടാ നാട്ടുകാർ കൊല്ലുന്നുണ്ട് കേട്ടോ, പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിക്കും പുള്ളി. അതായിരുന്നു അങ്ങനെ ഒരാളെ കിട്ടുക ആ പ്രോഗ്രാം പ്രസന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായിട്ട് അത് കിട്ടാന്ന് പറയണത് തന്നെയാണ് അല്ലേ ബൈച്ചേട്ടാ? ആ പുള്ളിക്കാരന് ആദ്യം താല്പര്യമില്ലായിരുന്നു ഈ കോമഡി അല്ലെങ്കിൽ ഇതിന്റെ റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുമ്പോൾ. പുള്ളി വേണ്ട, ബൈജു ഒരു കാര്യം ചെയ്യും, മുകേഷുമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ആണോ? അങ്ങനെ കൈ ഒഴിഞ്ഞതാണോ? ആ ഒഴിഞ്ഞതാണ്. പിന്നെ എങ്ങനെ ബൈച്ചേട്ടൻ കൺവിൻസ് ചെയ്തു? പിന്നെ ഞാൻ പറഞ്ഞ ജയശ്രീ ഒന്ന് നോക്കാം, നമ്മൾക്കൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്തു. അങ്ങനെ 2-3 തവണ എന്റെ ശല്യം സഹിക്കാതെ പുള്ളി ഇതിലേക്ക് ഇറങ്ങി വന്നു. പുള്ളി പിന്നെ ജ്വരമായിരുന്നു, പുള്ളി ഞാൻ കത്തി പടരുകയായിരുന്നു. പിന്നെ വന്നു തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇത്രയും ജഗദീഷ് ചേട്ടനെ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ജഗദീഷ് ചേട്ടനായിട്ട്, കാരണം ഇത്രയും വർഷങ്ങൾ. അതെ 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 എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ വീട്ടുകാർ കാണുന്നതിനേക്കാളും കൂടുതൽ സമയം ജഗദീഷ് ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ടാവണം. ജഗദീഷ് ചേട്ടൻ മാത്രമല്ല, അതിനകത്ത് വന്നുള്ള കുറെ കൽപ്പന ചേച്ചി, ഇവരൊക്കെ നല്ല കുറെ നാള് നമ്മളോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ. ആ സമയത്ത് കോമഡി സ്കിറ്റുകളെല്ലാം കുറെ സ്ക്രിപ്റ്റ് ചെയ്ത ഒരാളല്ലേ വിപിനും, നമ്മുടെ ജെ ഹോടെ ഡയറക്ടർ. അതിൽ നിന്ന് വന്ന പിന്നെ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഒരുപാട് ആർട്ടിസ്റ്റുകൾ. ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസീസ് തന്നെ അല്ലേ? അതിനു മുമ്പ് ടിനി ചേട്ടനുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ അതിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് എത്തി ആ ഒരു സ്ക്രീൻ സ്പേസ് എടുത്ത ആൾക്കാരാണ്. 5 സ്റ്റാർ തിയേറ്റർ ടീമായിരുന്നു ഈ പറഞ്ഞ പോലെ ടിനിട്ടോ, അസീസ് ഇല്ലായിരുന്നു, ഷൈജു അടിമാലി, പിന്നെ ബിജുക്കുട്ടനൊക്കെ. അങ്ങനെയാണ് മമ്മൂക്ക എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത് അതാരാ പയ്യൻ എന്നുള്ളത്. അങ്ങനെയാണ് പോത്തൻ വാവ എന്ന് പറയുന്ന സിനിമയിൽ ബിജുക്കുട്ടന് എൻട്രി കിട്ടുന്നത്. അതൊക്കെ നമുക്ക് എപ്പോഴും ഭയങ്കര അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഭയങ്കര. അതുപോലെ നോബി, അസീസ്, പിന്നെ നെൽസൺ, ഇവരൊക്കെ പ്രേക്ഷകനെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. സ്കിറ്റിലൂടെ തന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതെ. ഈ ഒരു ഷോയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഷാബു, അതുപോലെ അരുൺ, ഇവരൊക്കെ അന്ന് ഷാബുവിന്റെ ഒക്കെ പ്രസൻസും അവർ പ്രസന്റ് ചെയ്ത രീതിയും, അതിനകത്ത് ആ കോമഡിയൊക്കെ അന്നേരമൊക്കെ കോമഡി ആർട്ടിസ്റ്റുകൾ വരെ വളരെയധികം ശ്രദ്ധിച്ചു. അതൊക്കെ അപ്പം ബൈജു ചേട്ടന്റെ ഐഡിയ ആണോ അതോ ഈ വരുന്ന ആർട്ടിസ്റ്റുകൾ പറഞ്ഞു തന്ന ഓരോരോ ട്രിക്കും അവരുടെ ഓരോ ഐഡിയാസ് ആണോ? ഈ ഷാബു ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഷാബു നമ്മൾ വളരെ വേദനയോട് കൂടിയാണ് നമ്മൾ നിന്ന് പോകുന്നത്. അത് വേർപാട് എന്ന് പറയുന്നത് അകാലത്തിൽ ഉള്ള ഒരു വേർപാടായിരുന്നു അയാളെ. അയാള് എനിക്ക് തോന്നുന്നു ഓഡിയൻസിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് പോയ ഒരാളാണ് ഈ പറഞ്ഞ കലാഭമണി പോലെയൊക്കെ. അപ്പം അയാൾ വളരെ പെട്ടെന്ന് ഏഷ്യാനെറ്റിൽ വരികയും വന്ന് ഈ കോമഡി സ്റ്റാർസിൽ ഒരു താരമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പുള്ളി സാമ്പത്തികമായിട്ടും വളരെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. വീടും കാര്യങ്ങളും. അതെ അതെ. പെട്ടെന്ന് തന്നെ കോമഡി സ്റ്റാർസിന്റെ ഫണ്ട് എല്ലാവരും ശേഖരിച്ച് കോമഡി സ്റ്റാർസ് ത്രൂ അയാൾക്ക് വീടൊക്കെ വെച്ച് കൊടുത്തു. ഫാമിലിയെ ഒക്കെ വളരെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു നമ്മള്. അങ്ങനെ 2-3 പേർക്ക് അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കോമഡി സ്റ്റാർസിൽ നിന്ന് തന്നെ ഫണ്ട് ശേഖരിച്ചിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അരുണും ആദ്യകാലങ്ങളിൽ കോമഡി സ്റ്റാർസ് സീസൺ 1-ലായിരുന്നു, VIP ടീമിലായിരുന്നു. സുരാജിന്റെ അനിയനായിട്ട് വരും. അയാള് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു മനുഷ്യനായിരുന്നു. നല്ല സ്കിറ്റുകളൊക്കെ ചെയ്യാനുള്ള കഴിവും സ്ക്രിപ്റ്റ് സെൻസും ഉള്ള ആളായിരുന്നു. നമ്മളെ കുറെ നാള് ചിരിപ്പിച്ച് നമ്മളിൽ നിന്നും അകന്നു പോയവരാണ് ഇവരൊക്കെ. ഷാബു, അരുൺ, സുധിച്ചേട്ടൻ, ഇവരൊക്കെ നമ്മളെ ആ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഫസ്റ്റ് സീസൺ ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാർസിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ വേറെ പ്രോഗ്രാം പോയത്. അതിനകത്ത് തന്നെ ഷാബുവിന്റെ അവതരണ രീതിയിൽ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ വെച്ചിട്ടും അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയിലെല്ലാം റിവേഴ്സ് പറയുക, അതൊക്കെ പുള്ളിയുടെ ഐഡിയ ആണ്. അത് പുള്ളിയുടെ തന്നെ ആയിരുന്നു. അത് പുള്ളി തന്നെയായിരുന്നു. പക്ഷെ അതിനെ നമ്മൾ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അത് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അത് ഇടിയിക്കുമായിരുന്നു. അത് ഓഡിയൻസിന് ഇഷ്ടമായതുകൊണ്ട്. ഓഡിയൻസ് നമ്മളെക്കാളും ക്രിട്ടിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് കണ്ടത് കാണാൻ പറ്റില്ല, കേട്ടത് പറ്റില്ല, എല്ലാം പുതിയത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അവരല്ലെങ്കിൽ അപ്പോഴേ അത് നെഗറ്റീവ് അടിച്ച് അത് നമ്മളെ നിഷ്ക്രിയമാക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ രാത്രികൾ പലരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്കിറ്റും നമ്മൾ കണ്ട്
അതിനെ റിഹേഴ്സൽ ചെയ്യിച്ച് സമയമെടുത്ത് എന്നിട്ടാണ് അവർ സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു റിസൾട്ട് വന്നുകൊണ്ടിരുന്നു അവർ. അങ്ങനെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഒരുപാട് സ്കിറ്റുകൾ ചിരിപ്പിച്ചിട്ടുണ്ടാവും, എന്നാലും ഒരെണ്ണം ഒരു ഒരു ഒരുപാട് നിങ്ങൾക്ക് ഒരു കോമഡി മൊമെന്റ്സ് സമ്മാനിച്ച ഒരു മൊമെന്റോ അല്ലെങ്കിൽ ഒരു സ്കിറ്റോ ഏതെങ്കിലും ഒരു നിമിഷം ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും? എനിക്ക് ചെയ്തതിൽ നമ്മൾ വളരെ കോമഡി അവാർഡ് ചെയ്യുമ്പോൾ അതിനകത്ത് പിഷാരടി ഒരു ട്രംപിന്റെ സാധനം ചെയ്തിരുന്നു. ട്രംപ് ധർമ്മനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിഷാരടി ധർമ്മനും ട്രംപുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും ആ കൺസെപ്റ്റ് ഞാൻ പിഷാരടി അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴും പിഷാരടിയും അത് ഓക്കെ അത് ചെയ്യാമെന്ന് റെഡിയായിരുന്നു. അതിന് ശരിക്കും ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു എനിക്ക്. കാരണം അത് ഇന്ന് വരെ ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല, എവിടെ നിന്നും എനിക്ക് റെഫറൻസും എടുക്കാനും പറ്റില്ല. അങ്ങനെ ഒരു അപ്പം നമ്മുടെ ഗ്രാഫിക്സ് ടീമുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലൂ മാറ്റിലാണ് അത് ആർട്ടിസ്റ്റിനെ നിർത്തിയേക്കുന്നത്. പിഷാരടി അവിടെയാണ് നിൽക്കുന്നത്. സ്റ്റേജിൽ ധർമ്മജനുണ്ട്. ധർമ്മജനാണ് അവാർഡ് കൊടുക്കേണ്ടത്. അത് ട്രംപിന്റെ അടുത്ത് ചോദിക്കണം പിഷാരടി. അപ്പൊ ട്രംപിന് അവിടെ നിന്നിട്ട് ഈ 3 ആൾക്കാരോടും സംസാരിച്ചുകൊണ്ടിരിക്കണം. ധർമ്മജൻ മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ ഡീറ്റെയിലിങ് മൊത്തം നമുക്ക് കൊടുക്കണം. അതൊന്നും പാളിപ്പോയാൽ ക്യാമറ ഷേക്കായാൽ കൂടി ഭയങ്കര ഫുൾ ക്രൗഡാണ്, ഒരു വലിയ ഓഡിറ്റോറിയം, ലൈവാണ്, എല്ലാം ആണ്. സ്റ്റേജിൽ അതിഥികളായിട്ട് എല്ലാം സിനിമയിലെ ലെജൻസും മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ആ സിറ്റുവേഷന് വളരെ പക്ഷെ അത് ഭയങ്കര റിസൾട്ട് കിട്ടി. അത് ഞങ്ങള് ക്രെഡിറ്റ് ബൈച്ചേട്ടാ, പക്ഷെ രമേശ് ചേട്ടൻ കൊണ്ടുപോയി. രമേശ് ചേട്ടൻ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് അങ്ങ് എടുത്തു. അത് കുഴപ്പമില്ല, അത് രമേശ് അല്ലേ എടുത്തോട്ടെ. ശരിയാണ്, രമേശ് ചേട്ടനും ധർമ്മൻ ചേട്ടനും ഒക്കെ പോലത്തെ ആർട്ടിസ്റ്റുകൾ വന്നതുകൊണ്ടും കൂടിയാണ് ആ ഷോ അത്രയും നിങ്ങൾക്ക് അത് നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ എപ്പോഴെങ്കിലും കയ്യിൽ നിന്ന് പാളിപ്പോയ ഏതെങ്കിലും ഒരു ഷോ, അങ്ങനെ ഒരു നിമിഷങ്ങൾ, അത് ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ഒരു ട്രാജഡി വന്ന ഒരു നിമിഷം ഷോസിൽ എനിക്ക് തോന്നുന്നു ഞാൻ മ്യൂസിക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഷോ ചെയ്തിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളിൽ ഏറ്റവും കൂടുതൽ പൈസ ഇറക്കിയ ഒരു ഷോ മ്യൂസിക് ഇന്ത്യ തന്നെയായിരുന്നു. അത് നല്ല ബഡ്ജറ്റും ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പൈലറ്റ് ഒക്കെ എടുത്തപ്പോൾ നന്നായിരുന്നു. അത് ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ടതാണ്. അതായത് ഞങ്ങളുടെ ടീമിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഏഷ്യാനെറ്റിലെ എംപ്ലോയീസിനൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു ആ സാധനം. ഒരു പരീക്ഷണാർത്ഥമാണ് നമ്മളത് ചെയ്തത്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഒരു പക്ഷേ എന്നിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഏറ്റവും നല്ല ബാൻഡിനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അതായത് സ്റ്റാർ സിംഗർ പോലെ അല്ലെങ്കിൽ നല്ല പാട്ടുകാരനെ അവരെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഒരു പ്രോഗ്രാമായിരുന്നു മ്യൂസിക് ഇന്ത്യ എന്ന് പറയുന്നത്. ആ സമയത്തൊന്നും ശിവമണിനെ പോലെ ഒരാളെ ഒരു ചാനലിന്റെ ഷോയുടെ ജഡ്ജായിട്ട് കൊണ്ടുവരിക, ജോർജ് പീറ്റർ, അനുരാഗ്, ഇവരൊക്കെ ഇതിന്റെ ഒരു ഭാഗം. അതെ, ഇവരൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇവരെ കൊണ്ടുവരാൻ. അതെ, ആൻഡ്രിയ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പം ഇന്നായിരുന്നെങ്കിൽ ആ ഷോ ശരിക്കും ഹിറ്റായി മാറി. ആൾക്കാരുടെ ഇടയിലേക്ക് അന്ന് നമ്മൾ വളരെ നാടൻ പാട്ടുകളും നല്ല മനോഹര ഗാനങ്ങളും ഒക്കെ കേൾക്കുന്ന ഒരു കാലത്ത് പെണ്ണാളെ എന്നുള്ള പാട്ടോ അങ്ങനത്തെ സാധനങ്ങൾ വരുന്ന ആൾക്കാരെ എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ സാധനം നമ്മൾ ചെയ്യുന്നത്. അതിനെ വളച്ചൊടിച്ച് അതിൻ്റെ ഫോർമാറ്റ് മാറ്റി അതിന് വേറൊരു റാപ്പ് ലെവലിലേക്ക് നമ്മൾ മാറ്റുമ്പം അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് കോലമാണെന്നോ എന്ത് കോലം കെട്ടാണെന്നൊക്കെ തോന്നി. ഇപ്പോഴാണെങ്കിൽ ഇതിപ്പം ആ സംസ്കാരവും കാര്യങ്ങളും ഒക്കെ മാറി, നമ്മുടെ രീതികളും മാറി. ഒരു പക്ഷെങ്കിൽ ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഇനിയും ആ ഒരു ഷോയെ കുറിച്ചുള്ള ഞാൻ ഒരിക്കലും വിട്ടിട്ടില്ല. കാരണം അത് ഭയങ്കര നല്ല പ്രൊഡക്ഷനായിരുന്നു. എല്ലാം കൊണ്ട് ഭയങ്കര ഹൈപ്പിലും ഭയങ്കര നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യാൻ അതിനകത്ത് ഇൻപുട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു അതെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അന്ന് നമ്മുടെ ടി വിക്ക് ഒരു സ്റ്റീരിയോ എഫക്റ്റ് ഇല്ല. ടി വി ഔട്ടിന് സ്റ്റീരിയോ എഫക്റ്റ് ഇല്ല. ഒരാളുടെ വീട്ടിലും 5.1 ഇല്ല. ബാൻഡിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ബാൻഡിൻ്റെ സൗണ്ട് പാക്കാണ്. ആ സൗണ്ട് നമ്മളിലേക്ക് എത്തുന്നതാണ് അതിനെ ആ പ്രോഗ്രാം എത്രയോ നല്ലതായിരിക്കുന്നത്. ഇതിനാണ് നമ്മുടെ ഒരു സ്പീക്കറിൽ സ്റ്റീരിയോ എഫക്റ്റ് ഇല്ലാത്ത ഒരു സാധനം കേൾക്കുമ്പോൾ വളരെ എന്തോ ചിരട്ടയിലിട്ട് അടിക്കുന്ന പോലെ അല്ല ചിരട്ടയിട്ട് ഉരയ്ക്കുന്ന പോലെ തോന്നി. അപ്പോൾ ആൾക്കാർക്കോ അല്ലെങ്കിൽ വീട്ടമ്മമാർക്കോ ഒന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ശരിക്കും അത് ആ ഷോയെ സംബന്ധിച്ച് അതായിരുന്നു സംഭവിച്ചത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതൊരു പിടിക്കും. ഇപ്പൊ പിടിച്ച് അത് ഹിറ്റ് അടിച്ച് വേറെ ലെവലിലേക്ക് ആ ഷോ അങ്ങ് കൊണ്ടുപോകും. ഇവിടെ ബാൻഡ് എന്താണെന്ന് ആൾക്കാർക്ക് അറിയാം. സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും.
അതാ അപ്പൊ ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് ബഡ്ജറ്റ്, എനിക്ക് തോന്നുന്നു 15 lakhsോളം ഒക്കെ ആയിട്ട് അന്ന് ഉണ്ടായിരുന്നത്. നല്ല അങ്ങനെയൊക്കെ ബഡ്ജറ്റ് നമ്മൾ കേട്ട നല്ല ഹൈ നല്ല ബഡ്ജറ്റ്. ബഡ്ജറ്റ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് വിഷമത്തോടെ റാപ്പപ്പ് ചെയ്തു എന്ന് പറയുന്നത് എത്രത്തോളം പെയിൻഫുൾ ആയിരുന്നിരിക്കാം. അത് പക്ഷെ അങ്ങനെ ഒരു ഷോ റാപ്പപ്പ് അങ്ങനെ ഒരു അതല്ല, ഒരു പ്ലാൻഡ് ആയിട്ടാണ് ഞങ്ങളത്. കാരണം പ്രൈം ടൈം പ്രോഗ്രാമിലേക്ക് അത് പോകില്ല എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് എയർ പ്ലാൻഡ് അത് ഇന്ന് അങ്ങനെയാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. പുതിയതായിട്ട് ഒരു ഷോ വരുമ്പോ ഇപ്പൊ എന്റെ തന്നെ നമ്മൾ പറയാം, ഇപ്പൊ രസികരാജ പോലത്തെ വന്നു, അപ്പൊ തന്നെ നിങ്ങൾക്ക് ചാനലിൽ നിന്ന് പ്രഷറാണ്. അതേപോലത്തെ തന്നെ ഒരു ഷോ നമ്മൾ ഉടനെ ഏഷ്യാനെറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതേപോലെ ഏതൊരു ചാനലിന്റെയും എന്തൊരു ഷോ തുടങ്ങിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഭയങ്കര നിൽക്കുന്ന ഒരു സമയമല്ലേ. അപ്പം അതേപോലെ തന്നെ എന്നാൽ എന്തെങ്കിലും അതിനകത്തൊന്നും ഇല്ലാത്ത എന്തൊരു സാധനം നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം, പോയിന്റ് എന്തെങ്കിലും. അപ്പൊ ഒരു ഷോ ഡയറക്ടർക്കാണ് അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ചാലഞ്ചും അതിന്റെ ഒരു ഹെഡേക്കും പ്രഷറും എല്ലാം, അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണല്ലോ ഷോ ഡയറക്ടർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി എടുക്കണം. കാരണം നമ്മളെ ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അത് നമ്മൾ ആ ഉത്തരവാദിത്വം പ്രോപ്പറായിട്ട് നിറവേറ്റണം. അതൊരു ചാനൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരുന്നു ആ കാലത്ത്, വളരെ കൂടുതലായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു അത് കുറേയൊക്കെ കെട്ടടങ്ങിയെന്ന് തോന്നുന്നു. പറ്റില്ല, പരാജയത്തിന് ഇനിയിപ്പോൾ നമ്മൾ പോയി അടിച്ചിട്ട് തോറ്റിട്ട് വരുന്നൊരവസ്ഥയിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയായിരുന്നു. ഒരു കോമ്പറ്റീഷൻ, ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അതിനെ അടിക്കണം എന്നുള്ളൊരു ആഗ്രഹം മറ്റു ചാനലുകാരുടെ മനസ്സിൽ നിന്ന് പോയോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ അങ്ങനെ അല്ലായിരുന്നു. കുറച്ച് ഏതൊരു നമ്പർ 1 ഏഷ്യാനെറ്റ് എക്കാലവും നമ്പർ 1 എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ഞങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു അതിൽ ഒരു പോയിന്റ് എവിടെയെങ്കിലും കയറുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ നമ്മളത് മാർക്ക് ചെയ്യുമായിരുന്നു. അതിനെക്കുറിച്ച് ഡിസ്കഷനും അതിനെക്കുറിച്ച് ഇത് ചെയ്യും. അതിന് വേണ്ടുന്ന കണ്ടന്റിൽ ചേഞ്ചസ് വരുത്തി ഏത് രീതിയിലായാലും അത് ബീറ്റ് ചെയ്ത് പോകുന്ന രീതിയായിരുന്നു. ഇപ്പം എനിക്കറിയില്ല അങ്ങനത്തെ അത്രത്തോളം ഒരു കോമ്പറ്റീഷൻ മറ്റ് ചാനലുകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം മിക്കവാറും 1ഉം 2ഉം ചാനലൊക്കെ ഇവിടെ വള്ളപ്പാട് അകലെയാണ്. ഒരുപാട് വ്യത്യാസത്തിലാണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1 ചാനലും 2 ഒക്കെ ആയിട്ട്. ഇതില് ഈ കോമഡി ഷോസ്, കോമഡി സ്റ്റാർസ്, കോമഡിയുടെ അവാർഡ്, ഇതൊക്കെ ചേട്ടൻ കുറെ കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള ഇതെല്ലാം ചെയ്തതിനകത്തൊന്നും ഞാൻ ചേട്ടന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്തതാണ് സ്റ്റാർ സിംഗർ. അന്ന് ഐഡിയ ആയിരുന്നു ടൈറ്റിൽ സ്പോൺസർ, ഐഡിയ സ്റ്റാർ സിംഗർ. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു സീസൺ ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ആ ഒരു ഏറ്റവും കൂടുതൽ ഫിനാലേക്ക് റേറ്റിംഗ് വൈസ് ഏറ്റവും കൂടുതൽ വന്നത് ആ ഒരു സീസൺ ആണെന്നാണ് തോന്നുന്നത്, അല്ലേ? ഇനിയും ഏഷ്യാനെറ്റിൽ മാറ്റാൻ പറ്റിയിട്ടില്ല. എനിക്ക് എന്റെ അറിവ് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് തീർച്ചയായിട്ടും ഷോ ഡയറക്ടർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. ഉണ്ട് അത് ഷോ ഡയറക്ടർ, ഞാൻ അതിന്റെ ഭാഗമായി. പക്ഷെ എല്ലാവരും ഒരു ടീം വർക്കാണ്. ആ ടീം നന്നായിട്ട് അത് ചെയ്യാൻ പറ്റി. പിന്നെ അതിനകത്ത് പ്രൈസ് മണിയും കൂടുതലായിരുന്നു. 2 പേർക്കും ഓരോ കോടി വീതമായിരുന്നു. വിവേകാനന്ദനും സോണിയയ്ക്കും 2 പേർക്കും ഓരോ ഫ്ലാറ്റ് ഒക്കെ ആയിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് അത്രയും ബഡ്ജറ്റ് ഒരു പ്രൈസ് മണി ഒക്കെ വെക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത് ഓപ്പൺ സ്റ്റേജിലാണ് നമ്മൾ ചെയ്തത്, ലൈവായിട്ടാണ് ചെയ്തത്. അതൊക്കെ ഒരു വലിയ നല്ല ഘടകങ്ങളായിട്ട് തന്നെ വളരെ പോസിറ്റീവ് ആയിരുന്നു അത്. ഇനിയിപ്പോ ചേട്ടൻ ഇത്രയും ഷോസിലൂടെ പോയപ്പോഴും എപ്പോഴും ആ ഒരു ഷോ ഡയറക്ടർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് സ്റ്റേജിലേക്ക് അത് പ്രസന്റ് ചെയ്യണത് ഈ പറഞ്ഞ പോലെ ജഗദീഷ് ചേട്ടനെ പോലത്തെ മെയിൻ ആൾക്കാരെല്ലാരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പറയേണ്ട ആൾക്കാരാണ് ആ ഷോ പ്രസന്റ് ചെയ്ത ആങ്കേഴ്സും. എത്രയോ ആൾക്കാരാണ് ചേട്ടന്റെ ഷോസിലൂടെ ആ ഒരു അല്ലേ ഫെയിം ആയിട്ട് വന്നിരിക്കുന്നവരെല്ലാം. ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളും കൂടെ പറയൂ ചേട്ടാ. അത് എന്നെ വെറുപ്പിച്ച ആങ്കേഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അതോ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ളതും പറയൂ, എല്ലാം പറയൂ. ഒക്കെ വെറുപ്പിച്ച ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് രഞ്ജിനി തന്നെ പറയും. ഞാൻ രമ്യയുടെ പേര് ഏതായാലും പറയൂലേ. അഫ്കോഴ്സ് ഇപ്പൊ എല്ലാരും പ്രതീക്ഷിക്കുന്ന രഞ്ജിനിയുടെ പേരായിരിക്കുമല്ലോ. പക്ഷേ ഞാൻ തുടങ്ങുന്ന സ്റ്റാർ സിംഗറിന്റെ ഒരു ഘട്ടത്തിൽ രഞ്ജിനിയായിരുന്നു ആങ്കറിങ് വന്നത്. അപ്പം രഞ്ജിനിക്ക് എന്നെ അറിയില്ല. ഞാൻ ആദ്യം കാണുകയാണ് രഞ്ജിനിയെ തന്നെ. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആദ്യമാണ്. ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. അപ്പം ഞാൻ ഏതോ ഒരു പ്രൊഡ്യൂസർ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ ഭിന്നതകളുമായിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ രഞ്ജിനിയായിട്ട് ക്ലാഷ് ഉണ്ടാവും. അത് ക്രിയേറ്റീവാണ്. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് അങ്ങനെ എടുത്തതും അങ്ങനെയാണ്. പക്ഷേ എനിക്ക് വർക്ക് ചെയ്തതിന് ശേഷം അവർ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. എന്നെ അവർ മനസ്സിലാക്കിയതിന് ശേഷം അവർ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അവർ വൺ ഓഫ് ദി ബെസ്റ്റ് ആങ്കറായി മാറുകയും ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ കേരളത്തിൽ. എനിക്കത് വളരെ ഇതായിട്ട് തോന്നി. ഇപ്പോഴും ഞങ്ങൾ ആ ഒരു ബന്ധം വളരെ
വളരെ പേഴ്സണലായിട്ടുള്ളൊരു ബന്ധങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഏത് സമയത്തും എപ്പോഴും വേണമെങ്കിലും വിളിക്കുകയും വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ രണ്ടാമത്തെ ഷോയ്ക്ക്, അതായത് മ്യൂസിക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഷോയ്ക്ക് അവരെ തന്നെ, രഞ്ജിനിയെ തന്നെയാണ് ഞാൻ ആങ്കറായിട്ട് വെച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാനൊരു വീഡിയോ കാണിക്കാം. എനിക്കറിയില്ല റോഹൻ, ടു ബി ഓണസ്റ്റ്. ഞാൻ ചോദിച്ചില്ല ആ ഷോനെ കുറിച്ച്, എനിക്കൊന്നും നെഗറ്റീവ് പറയാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കാരണം നെഗറ്റീവ് ഒന്നും ഇല്ല. ഏത് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, അതൊരു വേറൊരു ആർട്ടിസ്റ്റ് കളിയാക്കിയത്, ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. പക്ഷെ ദാറ്റ് ഷോ വോഡഫോൺ കോമഡി സ്റ്റാർസ് എനിക്ക് തന്നിരിക്കുന്നത് ഒത്തിരി കൂടുതൽ only positive memories ആണ്, ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ്. എന്താണ് ഇതിനോട് ചേട്ടന് പറയാനുള്ളത്? അല്ല, അത് ഒരു അങ്ങനെ ഒരു മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരു ചാനൽ ഒരാളെ കഴിഞ്ഞ പടം മോഹൻലാൽ ചെയ്തു, ഈ പടം മമ്മൂട്ടി ചെയ്തു, എന്തുകൊണ്ട് മോഹൻലാലിനെ വെച്ച് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരാൾ ഒരു സീസൺ ചെയ്തു, ആ സീസൺ കഴിഞ്ഞിട്ട് ആളെ മാറ്റണം എന്ന്. ഇത് നമ്മൾ മാത്രമല്ലല്ലോ നിയന്ത്രിക്കുന്നത്, ഇതിന് ക്ലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കണം. ബോംബെയിൽ നിന്നായിരിക്കും ഒരു പക്ഷേങ്കിൽ അവർ വരുന്നത്, അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അത് പേഴ്സണലായിട്ട് എടുക്കേണ്ട വിഷയമല്ല അത്. ഇല്ല. ഇനി വേറൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇന്നസെൻ്റേട്ടൻ്റെ ഏകദേശം അവസാന സമയത്തൊക്കെ അദ്ദേഹം ഈ ഒരു ഷോയിലും ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമിൽ വന്നിരിക്കാനായിട്ട് അദ്ദേഹത്തിന് വയ്യാതിരുന്ന സമയത്തും, നിങ്ങൾ ഷൂട്ട് നമുക്ക് റാപ്പപ്പ് ചെയ്യാം ചേട്ടന് വയ്യല്ലോ എന്ന് പറയുമ്പോഴും, വേണ്ട നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ഇത് ചെയ്യുമ്പോഴാണ് എനിക്കൊരു കൂടുതൽ സന്തോഷം കിട്ടുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതിന്റെ ഒരു ഭാഗമായിട്ടിരുന്ന ഒരു കഥ. അതെ തീർച്ചയായും. അത് ഇന്നസെൻ്റ് നമ്മൾ ഞെട്ടിച്ച ഒരു കഥാപാത്രമാണ് സത്യം പറഞ്ഞാൽ. ഒരു രോഗം, അതായത് മാരകമായിട്ടുള്ള ഒരു രോഗം പുള്ളിയെ കാർന്ന് തിന്നുന്ന സമയത്തും പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് മറിഞ്ഞ്, അതായത് ഒരു ദിവസം ടൈം തെറ്റിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു പുള്ളിക്ക്. നമ്മളെക്കാളും എൻജോയ് ചെയ്ത് ഷോ കാണുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനൊരു രോഗിയാണ് നമുക്ക് ഒരിക്കലും പുള്ളിയെ തോന്നിയിട്ടേ ഇല്ല. നമ്മളല്ലാത്ത രീതിയിലാണ്. അങ്ങനെ പുള്ളിയെടുത്ത് രോഗത്തെക്കുറിച്ച് പറയുന്ന പോലും പുള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പുള്ളിയോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഇനി ഞാനൊരു സെഗ്മെന്റിലേക്ക് പോവാണ് കേട്ടോ. പതറാത്ത 10 ചോദ്യങ്ങൾ. സെലിബ്രിറ്റി ഗസ്റ്റായി വന്ന് ഇയാളൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് തോന്നും പോലെ തലവേദനയായി മാറിയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇല്ല. നമുക്ക് ഷൈൻ ടോം ചാക്കോ ആയിട്ട് ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചൊക്കെ ഉണ്ട്. പുള്ളി ജനറേറ്ററിന്റെ ഇതിന്റെ മേളിലേക്ക് കയറി, ഫയർ എഞ്ചിന്റെ മേളിലേക്ക് കയറിയിട്ട് ഞങ്ങൾ പിടിച്ചിറക്കി, പിന്നെ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്തു, മൈക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തു. പക്ഷേ ഭയങ്കര രസമായിരുന്നു. പിന്നെ പുള്ളി അത് പ്രോഗ്രാമിലേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു കുക്ക് കോമഡിയുടെ സമയത്താണ് ചെയ്തത്. പക്ഷേ രസമായിരുന്നു. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത് ഒക്കെ. പക്ഷെ അത് ഫണ്ണാണ് കേട്ടോ. ഒരിക്കലും പുള്ളി ഇങ്ങനെ ഈ ചോദ്യത്തിനുള്ള മറുപടി അല്ലത് കേട്ടോ. ഇഷ്ടമായിരുന്നു അത്. പുള്ളി എന്റർടൈൻമെന്റ് ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഫയർ എഞ്ചിന്റെ മേളിൽ കയറിയെന്ന് ആലോചിച്ച് നോക്കി, നമ്മള് സ്റ്റേജിൽ ആളെ അനൗൺസ് ചെയ്യുമ്പോൾ ഫയർ എഞ്ചിന്റെ മേളിൽ. അപ്പൊ എൻട്രി എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു തോക്കുമായിട്ട് വരണം, അതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്നത്. പുള്ളി ഒരു തോക്കുമായിട്ട് വന്നിട്ട് ചെയ്യുന്നതാണ്. ഈ തോക്കുമായിട്ടാണ് പുള്ളി ഇവിടെ എല്ലാം പോയി കാണുന്നത്. പിന്നെ ആളെ അനൗൺസ് ചെയ്ത സമയത്ത്, ആക്ഷൻ പറയുന്ന സമയത്ത് ആളെ കിട്ടിയില്ല. ഒക്കെ പോണ്ടും ഇതിന്റെ മേളിൽ ഡയറക്ടർ മനസ്സിൽ വിചാരിക്കാത്തത് അവിടെ കിട്ടുകയാണ് അല്ലേ? അതിപ്പോ ഇന്റർവ്യൂവിനാണേലും അതെ, ഷൈൻ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് ഷൈൻ ഓടുന്ന കാണാം. അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും, ഇങ്ങനെ എങ്ങനെയാണല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ പിന്നെ 1-2 ഷോസ് എല്ലാം അങ്ങനെ തന്നെ ചെയ്തത്. അല്ലാതെ ഇത്തരത്തിലുള്ളൊരു അനുഭവം ആരുമായിട്ടുണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരാളില്ല. കാരണം നമ്മളെല്ലാരും വിളിച്ചിട്ട് വരും, നമ്മുടെ ഗസ്റ്റുകളല്ലേ, അവർക്ക് നമ്മൾ വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. അടുത്തത്, ദ മോസ്റ്റ് അരഗന്റ് ടെലിവിഷൻ ഹോസ്റ്റ് യു ഡീൽ വിത്ത്? ഓഫ് കോഴ്സ് രഞ്ജിനി. എന്താ ഓഫ് കോഴ്സ് രഞ്ജിനി എന്ന് പറയണേ? രഞ്ജിനി എല്ലാരും അതല്ലേ പ്രതീക്ഷിച്ചത് രമ്യ? ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇത് അപ്പൂസ് എഴുതി തന്നല്ലേ? ആരാണെങ്കിലും അതന്നായിരിക്കും പ്രതീക്ഷ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഇത്രയും അസോസിയേറ്റ് എത്രയും നാൾ വർക്ക് ചെയ്തല്ലേ. പക്ഷെ അങ്ങനെയാണ്. അതിനുശേഷം നിങ്ങൾ എത്രയോ ഷോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രഞ്ജിനി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. ഇപ്പം ഏറ്റവും നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലിയായിട്ട് യാത്രകൾ ചെയ്യാറുണ്ട്.
പിന്നെ എനിക്ക് ഞാൻ അടുത്ത ഷോയ്ക്ക് അവരെ തന്നെ വെച്ചത്. പക്ഷെ ആദ്യ കാലങ്ങളിൽ എനിക്ക് അവരുടെ ക്യാരക്ടർ പിടികിട്ടിയില്ല. ഈ അറഗൻ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അതിലേക്ക് പോവുമായിരുന്നു. അപ്പം അറിയില്ലല്ലോ ഇവരിങ്ങനെ വന്നതിന് തൊട്ടാ കടിക്കും എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടില്ല. രഞ്ജിനി ഞങ്ങളുടെ ഔട്ട്ലുക്ക് അങ്ങനെയായിരുന്നു. പക്ഷേ അത് പുള്ളിക്കാരിയിട്ട് അടുത്ത് കഴിഞ്ഞതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടും തോന്നി, വളരെ പ്രൊഫഷണലായിട്ട് തോന്നി. അവരെ കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല. അപ്പോൾ പിന്നെ അടുത്ത പ്രോഗ്രാമിന് നമുക്ക് അവരെ വെക്കാൻ തോന്നി. അവർ കുറച്ച് പഠിക്കും. നമ്മളെന്ന് ഇപ്പം ഇന്നത്തെ ഇൻ്റർവ്യൂ ഇതാണ് അല്ലെങ്കിൽ ഇന്നതാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവർ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് എന്ത് സാധനവും വേണമെങ്കിൽ ധൈര്യപൂർവ്വം അവരെ ഏൽപ്പിക്കാം. സ്റ്റേജ് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് കൂടുതലാണ്. അതൊക്കെയാണല്ലോ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്. അവരെ നമുക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കോമഡി സ്റ്റാർസിലെ എത്രയോ നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ ഇഷ്ടപ്പെട്ട വന്നിരിക്കുന്ന എല്ലാവരും തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജഡ്ജിങ് പാനലിലായിക്കോട്ടെ, അതിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ആയിക്കോട്ടെ, പലരും വന്നു പോയിട്ടുണ്ട്. അതിൽ ആരെങ്കിലും ചേട്ടൻ ആഗ്രഹിച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് മിസ് ചെയ്ത് പോയതായിട്ട് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിട്ട് തോന്നിയ ഒരാളുണ്ട്. അത് ജഡ്ജായിട്ട് ഇരിക്കണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ അടുത്ത സീസണിൽ ഏതെങ്കിലും ഒരു സീസണിൽ ഞാൻ ജഡ്ജായിട്ടും മെയിൻ ജഡ്ജായിട്ട് കണ്ടതും സംസാരിച്ച് വെച്ചിട്ടുള്ള ഒരാളായിരുന്നു, ആഗ്രഹിച്ച ഒരാളായിരുന്നു കലാഭവൻ മണി. പോയതൊരു വലിയ നഷ്ടം എല്ലാവർക്കുമാണ്, അതുപോലെ തന്നെ ഞങ്ങൾക്കും. അത് കോമഡി സ്റ്റാർസിലെ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ കോമഡി അതിന് വേണ്ടിയിട്ട് ഞാൻ കോമഡി എക്സ്പ്രസിൻ്റെ ഫിനാലേക്ക് പുള്ളിയെ കൊണ്ടുവന്നായിരുന്നു. പുള്ളിയെ കൊണ്ടുവന്നിട്ട് കാരവാനിൽ ഇരുന്നിട്ട് ഞങ്ങളത് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് മരിക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു 6 മാസത്തിന് മുമ്പ് പറ്റുമാണ് ഈ കാര്യം മൊത്തം ഡിസ്കസ് ചെയ്ത് പുള്ളി അത് ചെയ്യാമെന്നും എനിക്ക് ഉറപ്പ് തന്നിരുന്നു. പക്ഷെ എനിക്ക് പുള്ളി ആ സീറ്റിൽ ഇരുന്നിരുന്നെങ്കിൽ വളരെ അനുയോജ്യനായിട്ട് തോന്നിയതിനെ ഭയങ്കര ഒരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നതാണ് കലാഭവൻ ഒരു ആബ്സെന്റ്. അതേപോലെ വന്നിരുന്ന ജഡ്ജസുകളിലാണെങ്കിലും ചേട്ടൻ ഏറ്റവും കൂടുതൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കൗണ്ടർ പറയുകയായിക്കോട്ടെ, ഭയങ്കരമായിട്ടും ഇങ്ങനെ എന്താ പറയാ മൊമെന്റ്സ് ഒക്കെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കി തന്നിരിക്കുന്ന ഒരു ജഡ്ജ് എന്ന് പറയുന്നത് അതാരായിരിക്കും? ഈ സ്പോർട്ട് കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അന്യായമാണ് സലീം കുമാർ. അത് ഒരൊറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം കോമഡി ഷോസിൽ തഗ്ഗാണ് പലതും പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ ഇങ്ങനെ ആബ്സെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പുള്ളിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും കോമഡി സ്റ്റാർസിൽ ചില സാധനം പുള്ളി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഒരാൾക്കും കയറാൻ പറ്റത്തില്ല, ഒരാൾക്കും. പിന്നെ സ്റ്റുഡിയോയിലൊരു 2 മിനിറ്റ് നിശ്ചല ചിരിയോട് ചിരിയായിരിക്കും, അങ്ങനത്തെ രീതിയിലായിരിക്കും വരുന്നത്. അത് സലീം ഭായിയെ സമ്മതിക്കണം. ഇത് പറയുമ്പോൾ തന്നെ മനസ്സിൽ പോയെന്നാണ് ദിലീപേട്ടന്റെ കാര്യം. ദിലീപേട്ടനും ഈ ഒരു കോമഡി ഷോയുടെ ഒരു വലിയ ഭാഗമായിട്ടുണ്ട്. കോമഡി സ്റ്റാർസിൽ 2 സീസണിൽ ഫിനാലേക്ക് വന്നത് ദിലീപാണ് വന്നത്. ദിലീപിന് ഇത് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തോ പുള്ളിക്ക് മിമിക്രിക്കാരോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ദിലീപിന് നമ്മൾ വിളിച്ചാൽ ഭായി അതെങ്ങനെ ഇന്നത്തെ ഷൂട്ടുണ്ട്, അല്ലല്ലോ അത് വരണം, നിങ്ങൾ ഇല്ലെങ്കിൽ നമ്മളിത് നടത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളയും. അപ്പോൾ പിന്നെ എങ്ങനെയായാലും പുള്ളി ഏതെങ്കിലും സമയം കണ്ടെത്തി പുള്ളി വന്നിരിക്കും. വന്നത് പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വരാറുണ്ട്. എങ്ങനെയാണ് എനിക്ക് പുള്ളിയുടെ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ ഹ്യൂമറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ എത്രയോ നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ചേട്ടനെ സമ്മാനിച്ച എത്രയോ ഷോസ് ആണ്, എത്രയോ ആർട്ടിസ്റ്റുകളാണ്, എത്രയോ സന്ദർഭങ്ങളാണ് അല്ലേ? അതിലൂടെ എല്ലാം എന്താ പറയാ, ഇന്നും ചേട്ടൻ മനസ്സിൽ എപ്പോഴും ചിലപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓർത്തോർത്ത് ചില മൊമെന്റ്സ് ഒക്കെ ഓർത്തോർത്ത് ചിരിക്കുന്നുണ്ടാവും. ഷൂട്ടിംഗ് സമയത്തെ തമാശകളും രസങ്ങളും അങ്ങനെ എല്ലാം. അങ്ങനെ ഇന്ന് ഓർത്തോർത്തിച്ചിരിക്കുന്ന ഒരു മൊമെന്റും കൂടെ പറയോ? അല്ലെങ്കിൽ പറ്റിയ അബദ്ധങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ പിന്നീട് അല്ലെങ്കിൽ നമ്മൾ കുറേ ഇരുന്ന് ചിരിക്കും അല്ലേ? പിന്നെ അങ്ങനെ ഓർത്തോർത്ത് പറയാൻ ഒരുപാട് നിമിഷങ്ങളുണ്ട്, ഒരുപാട് സാധനം. ബാഹുബലി എന്ന് പറഞ്ഞൊരു സ്കിറ്റ് ബാഹുബലിയുടെ റീമേക്ക് ചെയ്തു. അത് കണ്ട് അവിടെ കണ്ടപ്പോൾ തൊട്ട് വീണ് ചിരിക്കുന്നു, നടന്ന് ചിരിക്കുന്നു, നിന്ന് ചിരിക്കുന്നു, ക്യാമറമാൻ ചിരിക്കുന്നു, എല്ലാം ക്യാമറ ഷേക്ക്, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് അവസാനം വരെയും ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനത്തെ ഉള്ള ഒരു ബാഹുബലിയുടെ സ്കിറ്റിൻ്റെ അങ്ങനെ ഒരു ഓർമ്മ ഭയങ്കര നല്ല ഓർമ്മയാണ്. നല്ല റേറ്റിങ്ങും നല്ല അഭിപ്രായവും വന്നൊരു സ്കിറ്റായിരുന്നു അത്. പിന്നെ നെൽസൺ, ഉല്ലാസ് പന്തളമൊക്കെ അന്ന് ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള നല്ല സ്കിറ്റുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. ഇങ്ങനെ കുറെ നേരം വരുന്ന സല്ലപിക്കാൻ പറ്റി, ഒരുപാട് സന്തോഷം. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. രമ്യയെ കണ്ടതിൽ രമ്യയോട് സംസാരിക്കാൻ പറ്റിയത് വളരെയേറെ സന്തോഷം. രമ്യ അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ നല്ല ചിരിയൊക്കെ ആയിട്ടും. ഓക്കെ, താങ്ക് യു. എന്നെ സഹിച്ച ഓഡിയൻസിനോട് ഈ സമയത്ത് നന്ദി.
നമസ്കാരം. കൂടെ നിന്ന എല്ലാവരോടും വളരെയേറെ സന്തോഷം. എല്ലാവരോടും നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു.